ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന മെയിനായിട്ടുള്ള രണ്ട് ടോപ്പിക്കാണ്. ആദ്യം പൈ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട് കുറച്ച് പേർ കേട്ട സംശയമുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നതായിരിക്കും. അതിനുശേഷം ഇപ്പോൾ മാർക്കറ്റ് കണ്ടീഷൻ ഡൗൺ എന്ന രീതിയിലോട്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഇന്ത്യൻ എക്സ്ചേഞ്ച്, ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പൈ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട് ആദ്യം കേട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ വന്നിട്ട് ബിഗിനർ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇൻവെസ്റ്റ് ചെയ്യാമോ? എൻ്റെ പോസിറ്റീവായിട്ടുള്ളൊരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈനാൻസ് എക്സ്ചേഞ്ച് ഇതുവരെ അവർ ലിസ്റ്റ് ചെയ്തിട്ടില്ല. അവർ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് $1 എന്നുള്ളത് വേണമെങ്കിൽ $7 to $8, $10 വരെ വേണമെങ്കിൽ പോകാം. ബൈനാൻസ് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈനാൻസ് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യുന്നില്ല, മാർക്കറ്റ് ക്രാഷിലോട്ടാണ് പോകുന്നതെന്ന് കരുതുക. അതായത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഒരു $60,000 ഡൗൺ എന്ന രീതിയിലോട്ട് പോകുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് ആൾട്ട് കോയിൻസും അതോടൊപ്പം നമ്മുടെ പൈ നെറ്റ്വർക്കിൻ്റെ ഈ ഒരു പ്രൈസിനേക്കാളും ഏകദേശം ഒരു 100% വേണമെങ്കിൽ ഡൗണിലോട്ട് വേണമെങ്കിലും പോകാം. ഇനി അതിൻ്റെ തന്നെ വേറൊരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓവറായിട്ടുള്ള സെല്ലുണ്ടായിരിക്കും. ഓക്കെ, സെല്ല് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അത് ഒരു നെഗറ്റീവ് സൈഡാണ്. അത് വേണമെങ്കിലും പ്രൈസ് ഡൗണിലോട്ട് കൊണ്ടുവരാം. ഇതിൻ്റെ വേറൊരു പോസിറ്റീവ് സൈഡായിട്ട് ഞാൻ കണക്കാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെർപെക്ച്വൽ ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ ഓളിയോ ഉണ്ടായിരിക്കും. അതുകൊണ്ട് പെർപെക്ച്വൽ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് സ്കാൽപ്പ് ചെയ്യാവുന്നതാണ്. ഇനി പൈ നെറ്റ്വർക്ക് നേരത്തെ തന്നെ മൈൻ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളവർ എത്ര പെർസെൻറ്റേജ് സെല്ല് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ $1.56 വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സെല്ല് ചെയ്യാം. ഒരു 50, ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു 1000 പൈ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 500 അല്ലെങ്കിൽ 600 ഈ ഒരു പ്രൈസിൽ വേണമെങ്കിൽ സെല്ല് ചെയ്യാം. ബാക്കി ഒരു 500 എന്ന് പറയുന്നത് ഹോൾഡ് ചെയ്യുക. കാരണം ബൈനാൻസ് വന്നിട്ട് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ പ്രൈസ് ഹൈ എന്ന രീതിയിലോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ഹോൾഡ് ചെയ്യുക. ഇപ്പോൾ MX പോലത്തുള്ള എക്സ്ചേഞ്ച്, ബിറ്റ്ഗെറ്റ് ഇങ്ങനത്തെ എക്സ്ചേഞ്ചൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബൈനാൻസ് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ വോളിയം വേരിയേഷൻ വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ പെർഫെക്ച്വൽ ചെയ്യാനും നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാനുള്ള വോളിയം ഉണ്ടായിരിക്കും. പ്രൈസ് എല്ലാം ഹൈ എന്ന രീതിയിലോട്ട് പോകുന്നതായിരിക്കും. പക്ഷേ മാർക്കറ്റ് ഡൗൺ എന്ന രീതിയിലോട്ട് ക്രിപ്റ്റോ വീഴുകയാണെങ്കിൽ, ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഡൗണിലോട്ട് വീഴുകയാണെങ്കിൽ മൊത്തത്തിൽ പ്രൈസ് ഡൗണിലോട്ട് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്, സാഹചര്യം എന്താണ്, മൈൻഡ് സെറ്റ് എന്താണ്, അതനുസരിച്ച് മാത്രം പൈയിൽ വന്നിട്ട് ഇൻവെസ്റ്റ് ആവട്ടെ, പെർഫെക്ച്വൽ ആവട്ടെ ചെയ്യുക. ഇനി അടുത്ത് മാർക്കറ്റിലോട്ട് പോകാം. മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറയുന്ന ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് പുതിയൊരു $87,000 റേഞ്ച് എന്ന രീതിയിലോട്ട് പ്രൈസ് മാറിയിട്ടുണ്ട്. ഓക്കെ, $87,000 എന്ന റേഞ്ചിലോട്ട് ഏകദേശം നമ്മുടെ നവംബറിന് ശേഷം, നവംബർ ഒരു 9-ാം തീയതിക്ക് ശേഷം മാർക്കറ്റ് ഡൗൺ എന്ന രീതിയിലോട്ട് വന്നിട്ടുണ്ട്. 2-3 മാസം ഹൈ എന്ന ട്രെൻഡിലാണ് നിന്ന് ആവറേജ്. പക്ഷേ അത് കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ട്. ആൾട്ട് കോയിൻസിലും അതനുസരിച്ച് മാറ്റം വന്നിട്ടുണ്ട്. ആൾട്ട് കോയിൻസ് ബൈ ചെയ്യാനുള്ള അവസരം ഉണ്ടോ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിസ്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 100 to 150%, റിവാർഡ് എന്ന് പറയുന്നത് 200%, 300% വരെയാണ് നിങ്ങളുടെ റിവാർഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ആവറേജ് ബൈ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾ കാർഡിനോ നോക്കുക. കാർഡിനോ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പ്രൈസ് 0.67 ആണ്. പക്ഷേ ഇതിനു മുമ്പേ ക്രാഷ് എന്ന് പറയുന്ന ഡൗൺ എന്ന രീതിയിലോട്ട് 0.50 വരെ നമ്മുടെ കാർഡിനോ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി കാർഡിനോ ഏകദേശം 0.40, 0.25 റേഞ്ചൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കാർഡിനോ ആണെങ്കിൽ വീണ്ടും വന്നിട്ട് വേണമെങ്കിൽ ബൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സൊളാന എന്ന് പറയുന്ന ഡൗൺ ട്രെൻഡ് നോക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. സൊളാനയൊക്കെ ഏകദേശം ഒരു $120 താഴേക്ക് വരികയാണ്. $100 വരികയാണെങ്കിൽ നിങ്ങൾ പകുതി സൊളാനെങ്കിലും ബൈ ചെയ്ത് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. CET ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബൈ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ആവറേജ് ബൈ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത് ഏകദേശം, പക്ഷേ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100% വീണ്ടും ഡൗണിലോട്ട് വേണമെങ്കിൽ വീഴാം. ഇപ്പോൾ 0.06 തൊട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവറേജ് ബൈ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാം. 0.030 വരെ വേണമെങ്കിൽ മാർക്കറ്റ് ക്രാഷ് ആവുന്നതനുസരിച്ച് CET വേണമെങ്കിൽ വരാൻ സാധ്യത കൂടുതലാണ്. അതനുസരിച്ച് ലോങ് ടൈം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ബൈ ചെയ്യുക. അടുത്ത് നമ്മുടെ എതീരിയത്തിനെ കുറിച്ച് ഞാൻ സ്പെഷ്യലായിട്ട് ഞാൻ പലരിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എതീരിയം എന്ന് പറയുന്ന വെയിറ്റ് ചെയ്യുക. എതീരിയം ഡൗൺ ആകുന്നതായിരിക്കും. ഡൗൺ ആവുന്നതനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ആവറേജ് ബൈ കഴിഞ്ഞൊരു സ്പെഷ്യലായിട്ട് വീഡിയോ ചെയ്തു തന്നിട്ടുണ്ട്. അത് പോയിട്ട് വാച്ച് ചെയ്യുക. അതിൻ്റെ അകത്ത് ഞാൻ മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല. ഇനി അടുത്ത് നമ്മുടെ ഷിബയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആവറേജ് ബൈ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ ട്രോണൊക്കെ അത്ര വലിയ രീതിയിലോട്ട് ചേഞ്ച് ആയിട്ടില്ല. അതേ പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ ഡോജി പുതിയൊരു ലോ എന്ന രീതിയിലോട്ട് 0.20 വന്നിട്ടുണ്ട്. 0.20 നിങ്ങൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത റിസ്ക് എന്ന് പറയുന്നത് 0.10 അടുത്ത് മാർക്കറ്റ് വരുന്നത്.
അതുകൊണ്ട് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അടുത്ത് ഇ ഒ എസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് 0.54 അതുപോലെ തന്നെ 0.40 നിങ്ങൾക്ക് ലോങ് ടൈം താല്പര്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ബൈ സ്റ്റാർട്ട് ചെയ്യാം. മിക്ക പ്രോജക്റ്റും 100 to 150% ആണ് നിങ്ങളുടെ റിസ്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. സിലിക്ക, ബാറ്റ് സെയിം ആണ്. സിലിക്കയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അയോട്ട 0.19 ആയിട്ടുണ്ട്. 0.21 ആയിരുന്നു ഇന്നലെ, 0.19. മാർക്കറ്റ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒരു 10,000 USD വരെ കൂടി ഡൗൺ എന്ന രീതിയിലോട്ട് വീഴുകയാണെങ്കിൽ അയോട്ടയ്ക്ക് 0. വീണ്ടും 10 വരുന്നതായിരിക്കും. അതനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ടോണൊക്കെ അത്ര വലിയ വേരിയേഷൻ വന്നിട്ടില്ല. ഹെബ്ബാർ വന്നിട്ടുണ്ട് 0.18. ബൈ ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ആവറേജ് ബൈ സ്റ്റാർട്ട് ചെയ്യുക. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡൗൺ ആകുന്നതനുസരിച്ച് ആവറേജ് ബൈ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ. അടുത്ത ആർബിട്രർ 0.39 ആണ്. ഫാൻ്റെ അത്ര വലിയ രീതി വ്യത്യാസം വന്നിട്ടില്ല. പക്ഷേ നമ്മുടെ CR എന്ന് പറയുന്ന പ്രോജക്റ്റ് 0.075 ആയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ബൈ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഇവിടെ നിങ്ങൾ CRO ബൈ ചെയ്താലും റിസ്ക് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ വീണ്ടും അത് 100 അല്ലെങ്കിൽ 150% വീണ്ടും ഡൗണിലോട്ട് പോകുന്നതായിരിക്കും. മാർക്കറ്റ് ക്രാഷിലോട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് പോവുകയാണെങ്കിൽ ഏത് പ്രോജക്റ്റ് എടുത്തിരുന്നാലും നിങ്ങൾ ആൾട്ട് കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 100 to 150% ഡൗണിലോട്ട് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അത് മൈൻഡിൽ വെച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അടുത്ത് മാറ്റിക്ക് 0.26 ആണ്. മിക്ക പ്രോജക്റ്റും ഡൗൺ എന്ന രീതിയിലോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാമെന്ന് വെച്ചുകഴിഞ്ഞാൽ ബൈ ചെയ്യാം. ഓക്കെ. ഇനി അടുത്ത് നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഏകദേശം ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് പോയിന്റ് തന്നെയാണ് നിൽക്കുന്നത്. നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് ഏകദേശം നെഗറ്റീവായിട്ടുള്ളൊരു ക്യാൻഡിൽ സ്റ്റിക്കാണ് സ്റ്റാർട്ട് ആയിട്ടുള്ളത്. ഗോൾഡിൻ്റെ പ്രൈസ് ഇവിടെ നിന്ന് പെട്ടെന്ന് ക്രാഷിലോട്ട് വീഴുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബിറ്റ്കോയിനും അതോടൊപ്പം ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസും ക്രാഷിലോട്ട് വീഴുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഏകദേശം നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് ഒരു 200 അല്ലെങ്കിൽ 300 USD ഡൗണിലോട്ട് വീഴുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസും ഏകദേശം 75,000 USD വരുന്നത്. അതനുസരിച്ച് ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസിലും നല്ല വേരിയേഷൻ വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ. അതുകൊണ്ട് നല്ല പ്രോജക്റ്റിൽ കറക്റ്റായിട്ട് ആവറേജ് ബൈ ചെയ്യുക. ലോങ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇനി അടുത്ത് ഗേറ്റ് ടോക്കൺ ഏകദേശം ഗേറ്റ് ടോക്കൺ ഏകദേശം പ്രൈസ് മൂവ് ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗേറ്റ് ടോക്കൺ അത്ര വലിയ വേരിയേഷൻ വന്നിട്ടില്ല. ഗേറ്റ് ടോക്കൺ 21 USD ആയിട്ടുള്ളതുകൊണ്ടായി. ഗേറ്റ് ടോക്കണൊക്കെ ഇപ്പോഴും ടോപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. ഗേറ്റ് ടോക്കണൊക്കെ വീണ്ടും ക്രാഷിലോട്ട് ഏകദേശം 10 USDക്ക് താഴെ വരികയാണെങ്കിൽ മാത്രം ബൈ എടുക്കുക, അല്ലാതെ ബൈ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ. അതുപോലെ തന്നെ യുനിസാപ്പ് 7 USD ആണ് നിൽക്കുന്നത്. വീണ്ടും ഏകദേശം ഒരു 5 USD വരികയാണ്, 6 USD ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ സ്റ്റാർട്ട് ചെയ്യാം. ഫയൽ ടോക്കണൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ബെസ്റ്റ് ബൈ പ്രൈസ് റേഞ്ചാണ് 2.96. പക്ഷേ ഇത് 1 USD അടുപ്പിച്ച് വേണമെങ്കിൽ ഫയൽ ടോക്കൺ വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ്. സിലിക്കൈ 0.012 ആണ്. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ബൈ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ആവറേജ് ബൈ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ റിസ്ക് 100 to 150% ആയിരിക്കും. അത് മൈൻഡിൽ വെച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാതെ ഇൻവെസ്റ്റ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആവറേജ് ബൈ സ്റ്റാർട്ട് ചെയ്യാം. കാരണം ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇനി ഇവിടെ നിന്ന് ഹൈലോട്ടാണ്, പുതിയ ഹൈലോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും വീണ്ടും ഹൈലോട്ട് മാർക്കറ്റ് ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് പോകുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് 200% അല്ലെങ്കിൽ 250% മാത്രമേ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ.